എല്ലാവരും ഇപ്പോൾ VU എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ചൂടിലും തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ വന്നു പോകുന്നുണ്ട്. അത് മിസ്സായി പോയതെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ എക്സാമാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുന്നത്. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമിനേഷനാണ്. 10-ാം തീയതിയാണ്, ഫെബ്രുവരി 10-ാം തീയതി ആയിരിക്കും എക്സാമിനേഷൻ നടക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം മോസ്റ്റ്ലി ജൂണിൽ നടക്കും. ഇനി 4 മാസം കൂടിയേ ഉള്ളൂ. അതിൻ്റെ പ്രിപ്പറേഷൻസും എന്താ പറയുക, ആ ഒരു ഇൻറ്റൻസിറ്റി കുറയാതെ ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ എങ്ങനെയായിരിക്കും അതിൻ്റെ എക്സാം പാറ്റേൺ, എങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. സോ ആദ്യം നോക്കുകയാണെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിന് 2 പേപ്പറുകളാണ്. ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പേപ്പർ ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നോർമലി ഡിഗ്രി ലെവൽ എക്സാമുകൾ, കേരള PSC നടത്തുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളോട് അതേപോലെ തന്നെ സാമ്യമുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷനാണ്. പക്ഷേ ഇത് കേരള PSC നേരിട്ട് നടത്തുന്ന എക്സാമിനേഷൻ അല്ല, ഹൈക്കോർട്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഓഫ് കേരളയാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റിൻ്റെ പാറ്റേൺസിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായെന്ന് വരാം. സോ ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? 50 GK ക്വസ്റ്റ്യൻസ്, ബാക്കി 25 മാത്സ് ക്വസ്റ്റ്യൻസ്, 25 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ എന്താ പറയുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. GK ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ്ലി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു ജനറിക് കൈൻഡ് ഓഫ് GK ആണ്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് വരുന്ന പോലത്തെ ടൈപ്പ് ഓഫ് GK ആണ് ചോദിച്ചു കണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും. പിന്നെ എല്ലാവർക്കും പേടിയുള്ളൊരു പേപ്പറാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ. നോർമൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്താ പറയുക, ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് ഒരുപാട് ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അതിനങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല. സോ അത് പലരും പേടിയായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സാധാരണക്കാരന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് പേപ്പർ തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിനും ഉള്ളത്. അതിൽ നമ്മൾ ചോദിക്കുക, ഒരു ലെറ്റർ റൈറ്റിംഗ് ചോദിക്കും, പ്രിസൈസ് റൈറ്റിംഗ് ചോദിക്കും, ഒരു എസ്സേ റൈറ്റിംഗ് ചോദിക്കും. ഇത് മൂന്നുമാണ് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. 30 മിനിറ്റ് സമയത്തിലാണ് എഴുതേണ്ടത്. 30 മിനിറ്റ് സമയത്തിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ എഴുതണം. അതിൽ എസ്സേ റൈറ്റിങ്ങിന് 15 മാർക്കും ബാക്കി 2 10 മാർക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. സോ എസ്സേ റൈറ്റിങ്ങിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. സോ സംഭവിക്കുന്നത് ആദ്യം നമുക്ക് എങ്ങനെയാണ് ഓരോന്ന് അപ്രോച്ച് ചെയ്ത് പോകേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ലെറ്റർ റൈറ്റിങ്ങിൻ്റെ അത് ചോദിക്കുക 2 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സാണ്. ഓറാണ്. ഒന്നില്ലെങ്കിൽ നമുക്കൊരു ഫോർമൽ ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതാം. ഞാൻ പ്രിഫർ ചെയ്യുക എല്ലാവരും ഫ്രണ്ട്ലി ലെറ്റർ ചൂസ് ചെയ്യാന്നുള്ളതാണ്. കാരണം അത് എഴുതി പോകാൻ കുറച്ചും കൂടെ സിമ്പിളാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഒക്കെ കുറച്ചും കൂടെ കൊളോക്കിയലായാലും കുഴപ്പമൊന്നുമില്ല. സോ ഇൻ ദ സെൻസ്, അപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിൽ നിങ്ങൾ ഒരു ഫ്രണ്ട്ലി ലെറ്ററോ ഒഫീഷ്യൽ ലെറ്ററോ അപ് ടു യുവർ ചോയ്സ് ചൂസ് ചെയ്യുക. എന്നിട്ട് ലെറ്റർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക ഇൻ ദ സെൻസ്, ലെറ്ററിനൊരു ഫോർമാറ്റ് ഉണ്ടാവും. നമ്മൾ സല്യൂട്ടേഷൻ ഉണ്ടാവും, അഡ്രസ്സ് കൊടുക്കുന്ന സ്ഥലം ഉണ്ടാവും, ഡേറ്റ് കൊടുക്കുന്ന സ്ഥലം ഉണ്ടാവും, അതിൽ ബോഡി ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ എന്താ ഫ്രം ടു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സല്യൂട്ടേഷൻ ശ്രദ്ധിക്കുക, റെസ്പെക്റ്റഡ് സാർ അങ്ങനെ സല്യൂട്ടേഷൻ ശ്രദ്ധിക്കുക. അതിനുശേഷം എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഒഫീഷ്യൽ ലെറ്ററിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഏതെങ്കിലും ഒരു അതോറിറ്റീനെ ബോധ്യപ്പെടുത്താനായിരിക്കും. സോ ഒരു സബ്ജക്ട് ലൈൻ വയ്ക്കുക, എന്താണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ടു ദ പോയിന്റ് ഒരു സബ്ജക്ട് ലൈൻ വയ്ക്കുക. അതിനുശേഷം എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ചുരുങ്ങിയ ലൈനിൽ, വളരെ ഫ്ലേവറി ലാംഗ്വേജ് യൂസ് ചെയ്യാതെ, വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുക, ഒരു ബോഡി പാരഗ്രാഫ് എഴുതുക, ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ് എഴുതുക. കൺക്ലൂഷനിൽ മോസ്റ്റ്ലി നിങ്ങളെ സജഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അഡ്രസ്സ് വയ്ക്കുക പ്രോപ്പറായിട്ട്, സല്യൂട്ടേഷൻ വയ്ക്കുക, സബ്ജക്ട് ലൈൻ വയ്ക്കുക, എന്നിട്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ പാരഗ്രാഫ് നിങ്ങളുടെ സിഗ്നേച്ചർ കാര്യത്തിൽ അവസാനിപ്പിക്കുക. അതാണ് ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിൽ നേരെ സിമ്പിളാണ് കുറച്ചും കൂടെ ഫോർമാറ്റ്. എന്താ പറയുക, നമ്മളൊരു ഡേറ്റ് വെക്കുന്നു, അഡ്രസ്സിങ് ഡിയർ വെച്ചിട്ടായിരിക്കും തുടങ്ങുക. ഡിയർ ഫ്രണ്ടോ അല്ലെങ്കിൽ ഡിയർ വാട്ട്സ് എ നെയിം, അങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, നമ്മളൊരു പേഴ്സണൽ കൺസേൺ വെച്ചിട്ടാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ഫ്രണ്ട്ലി ലെറ്റർ എന്ന് പറയുന്നത്. ഹോപ്പ് യു ആർ ഫൈൻ, അല്ലെങ്കിൽ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്, ഐ ഗോട്ട് യുവർ ലെറ്റർ ലാസ്റ്റ് വീക്ക്. അതുപോലുള്ള ഒരു എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെൻറ്റൻസ് വെച്ചിട്ട് നമ്മൾ ആ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ലെറ്റർ എഴുതാൻ ഒരു തീം നമുക്ക് തന്നിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ ഫ്രണ്ടിലെ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് കണ്ടൊരു മൂവിനെ റിവ്യൂ ചെയ്യാനായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ തന്നെ ആ ഒരു കണ്ടന്റിലേക്ക് കടക്കുക. വളരെ ഫ്ലോ ഉള്ള ലാംഗ്വേജിൽ, നിങ്ങൾ വളരെ റെസ്പോണ്ടോട് സംസാരിക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ കാര്യങ്ങൾ എഴുതി വയ്ക്കുക, കൺക്ലൂഡ് ചെയ്യുക. താങ്ക്സ് ഫെയ്ത്ത്ഫുള്ളി ഒക്കെ വെച്ചിട്ട് അത് കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ ഫോർമാറ്റ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു എക്സാമിന് വേണ്ടി ഒരു ലെറ്ററൊക്കെ എഴുതി നോക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മതിയായിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റർ റൈറ്റിംഗ് ഇതാണ് ചോദിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് പ്രിസൈസ് റൈറ്റിംഗ് ആണ്. പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ പാരഗ്രാഫ് എന്തുണ്ടാവും, അതിനെ ചുരുങ്ങിയ വേർഡുകളിൽ ആ പാരഗ്രാഫിൻ്റെ അർത്ഥം ചോർന്നു പോകാതെ എഴുതുക എന്നുള്ളതാണ് പ്രിസൈസ് റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവും. സോ അതിന് ആദ്യം വേണ്ടത് ഈ പാരഗ്രാഫ് 1 or 2 ടൈംസ് ക്വിക്ക്ലി വായിച്ചു നോക്കുക എന്നുള്ളതാണ്. 1 or 2 ടൈംസ് ക്വിക്ക്ലി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ കോർ ഐഡിയ എന്താണെന്നുള്ളതാണ്. ആ പാരഗ്രാഫ് സംസാരിക്കുന്ന കോർ ഐഡിയ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഈ ഐഡിയ ചോർന്നു പോകാത്ത തരത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിസൈസ് റൈറ്റിംഗിലേക്ക് ഇത് മാറ്റി എഴുതേണ്ടത്, ചുരുക്കി എഴുതേണ്ടത്.
പിന്നീട് ചെയ്യേണ്ടത് ഒന്നും കൂടെ ആ പാരഗ്രാഫ് വായിച്ചിട്ട് എന്തൊക്കെ സെൻറ്റൻസ് നമുക്ക് ഒഴിവാക്കാമെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചില റിക്കറൻ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് വരും. ഒരു കാര്യം തന്നെ 2 തവണ 2 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല, ഒരു തവണ വൃത്തിയായിട്ട് പറഞ്ഞാൽ മതി. സോ അങ്ങനത്തെ സെൻറ്റൻസ് കണ്ടുപിടിച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആ പാരഗ്രാഫ് വായിച്ചിട്ട് എലിമിനേറ്റ് ചെയ്യുക. ചില വേർഡുകൾ 2 സ്ഥലത്ത് ഒരേ മീനിങ് വരുന്ന 2 ടൈപ്പ് ഓഫ് വേർഡുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും, അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രിസൈസ് റൈറ്റിംഗ്. സോ ആ പാരഗ്രാഫിൻ്റെ കോർ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുന്നു, എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് പതുക്കെ എഴുതി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വേർഡ് ലിമിറ്റ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക, സ്പീഡിൽ എഴുതുക, റിക്കറൻറ്റ് ഇൻഫർമേഷൻസ് ഒഴിവാക്കുക, പാരഗ്രാഫിൻ്റെ കോർ ഐഡിയ ചോർന്നു പോകാത്ത രീതിയിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ പാരഗ്രാഫ് റീറൈറ്റ് ചെയ്യും. ഇതാണ് പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് പ്രിസൈസ് റൈറ്റിംഗിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിസൈസ് റൈറ്റിംഗിന് ഒരു ഹെഡിങ്ങും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് ആ പാരഗ്രാഫ് നിങ്ങൾക്ക് തരുന്ന പാരഗ്രാഫിന് ഒരിക്കലും ഹെഡിങ് ഉണ്ടാവില്ല. സോ ആ പാരഗ്രാഫിൻ്റെ കോർ ഐഡിയ മനസ്സിലാക്കിയിട്ട് അതിൽ ടു ദ പോയിന്റ്, ആ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഐഡിയ ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹെഡിങ്ങും കൂടെ കൊടുത്തിട്ട് വേണം അതിൻ്റെ പ്രിസൈസ് നിങ്ങൾ എഴുതാൻ വേണ്ടി, പ്രിസൈസ് റൈറ്റിംഗിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട്. സോ ഇത്തരത്തിലാണ് ഒരു പ്രിസൈസ് റൈറ്റിംഗ് ക്വസ്റ്റൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. ഇനി തേർഡ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നത് എസ്സേ ക്വസ്റ്റൻ ആണ്. എസ്സേ ആണ് പെർഹാപ്സ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ. എസ്സേയിൽ പലതരത്തിൽ നമുക്ക് എസ്സേ എഴുതാം. എസ്സേ ഉപന്യാസം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രൂപഘടന ഡിഫൈൻ ചെയ്തിട്ടുള്ള നല്ലതാണ് എസ്സേയുടെ പ്രത്യേകത. പക്ഷേ ഇത്തരത്തിൽ അക്കാദമിക് എസ്സേ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇൻ ദ സെൻസ് ഒരു എക്സാമിന് നമ്മൾ എസ്സേ എഴുതുമ്പോൾ അക്കാദമിക് എസ്സേയുടെ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അക്കാദമിക് എസ്സേയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു 5 to 6 പാരഗ്രാഫിൽ തീരുന്ന എസ്സേ ആണ്. ഹൈക്കോടതി ടെസ്റ്റിന് ചോദിക്കുന്ന എസ്സേ എന്ന് പറഞ്ഞാൽ 250 വേർഡ്സിലാണ് ചോദിക്കുന്നത്. ആ വേർഡ് ലിമിറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ 4 to 5 പാരഗ്രാഫിലോ അല്ല 5 to 6 പാരഗ്രാഫിൽ നമുക്ക് ഈ എസ്സേ തീർക്കാൻ പറ്റണം. സോ ഫസ്റ്റ് എപ്പോഴും ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് ആ എസ്സേയിലേക്ക് നിങ്ങൾ തുടങ്ങുകയാണ്, എന്താണ് അതിൻ്റെ ഗ്രൗണ്ട്, എന്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് നല്ലൊരു സെൻറ്റൻസിൽ വളരെ സിമ്പിളായിട്ട്, അധികം ഫ്ലേവറി ഒന്നല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നല്ലൊരു സെൻറ്റൻസിൽ എഴുതി വെക്കുക എന്നുള്ള ഇൻട്രൊഡക്ഷൻ കൊണ്ട് ചെയ്യും. 1 or 2 ലൈൻസ് മതി ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. 1 or 2 ലൈൻസ് ഇൻട്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാരഗ്രാഫിൽ തന്നെ നിങ്ങളുടെ മെയിൻ തീസിസ് പോയിന്റ് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം. തീസിസ് പോയിന്റ് സ്റ്റേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ഇൻക്രീസിങ് പൊല്യൂഷനോ അല്ലെങ്കിൽ റോഡ് ആക്സിഡൻസോ അല്ലെങ്കിൽ അങ്ങനെ വല്ല സിമ്പിൾ ഇതാ തന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങളുടെ തീസിസ് പോയിന്റ് എന്തെങ്കിലും ആണോ, നിങ്ങൾ ആ എസ്സേയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് കുറയുന്നോ, അല്ലെങ്കിൽ ഇതാണ് പൊല്യൂഷന് കാരണമെന്നോ, അല്ല ഇന്ന കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും നിങ്ങൾ ആ എസ്സേയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് യുവർ തീസിസ് പോയിന്റ്. ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങളുടെ തീസിസ് പോയിന്റ് സ്റ്റേറ്റ് ചെയ്യുക. ആ തീസിസ് പോയിന്റ് സ്റ്റേറ്റ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവുക. സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സേയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫ് സെക്കൻഡ് പാരഗ്രാഫാണെന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇൻ ദ സെൻസ് നിങ്ങളുടെ തീസിസ് പോയിന്റിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇവിടെ. നിങ്ങളുടെ തീസിസ് പോയിന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്തുകൊണ്ട് നിങ്ങൾ ആ തീസിസ് പോയിന്റിൽ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ആ പെർട്ടിക്കുലർ വ്യൂ പോയിന്റിൽ എടുക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടെ സാധൂകരിക്കണം. ഞാനിത് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ള കാര്യം സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ സാധൂകരിക്കുകയാണ്. സോ അത് സെക്കൻഡ് പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തേർഡ് പാരഗ്രാഫിലായിട്ട് വരുന്നത് വരിക നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ എവിഡൻസുകളാണ്. ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന കാര്യം ട്രൂ ആണ്, അല്ല ഞാൻ പറഞ്ഞ കാര്യം ട്രൂ ആണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ട്രൂ അല്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ പറഞ്ഞ പോയിന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നതാണ് തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. സോ എഴുതി പോകുമ്പോൾ പാരഗ്രാഫ് തിരിച്ച് എഴുതി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എസ്സേക്ക് ഒരു ഫ്ലോ വേണം, വായിക്കാനൊരു സുഖം വേണം, എന്നാലാണ് എസ്സേ ആളുകൾ മൊത്തമായിട്ട് വായിക്കുള്ളൂ. സോ ആ ഫ്ലോ കിട്ടാൻ വേണ്ടി ചെയ്യാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ പാരഗ്രാഫ് എൻഡ് ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എൻഡ് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വെച്ച് എൻഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നിങ്ങൾ തേർഡ് പാരഗ്രാഫിൽ എഴുതുന്നതെങ്കിൽ ആ എസ്സേക്ക് ഒരു ഫ്ലോ കിട്ടി. ഓക്കെ, അപ്പോൾ അതുപോലുള്ള ചെറിയ പ്രാക്ടീസിങ് ടിപ്പുകൾ നിങ്ങൾ എസ്സേ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതി, സെക്കൻഡ് പാരഗ്രാഫ് എഴുതി, തേർഡ് പാരഗ്രാഫ് എഴുതി, ഫോർത്ത് പാരഗ്രാഫിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം പോയിന്റ്സിന് ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കി ആ പാരഗ്രാഫ് നിങ്ങൾ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു കൺക്ലൂഷൻ പാരഗ്രാഫ് ഉണ്ട്. കൺക്ലൂഷൻ പാരഗ്രാഫിന് മുമ്പ് വേറൊരു ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫ് ഉണ്ട്, അതൊരിക്കലും മറന്നു പോയത് പലരും മിസ് ചെയ്യുന്ന ഒരു പാരഗ്രാഫാണ് ആൻറ്റിതീസിസ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ആൻറ്റിതീസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു പെർട്ടിക്കുലർ വ്യൂ പോയിന്റ് മുന്നോട്ട് വെച്ചു, എന്തായാലും അത് മാത്രമായിരിക്കില്ല ശരി, അല്ലെങ്കിൽ അതിനൊരു വേറൊരു ഡയമെൻഷൻ കൂടെ ഉണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ അതിൽ പിന്നെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പല ആസ്പെക്റ്റുകൾ ഉണ്ടാവുമായിരിക്കാം. അത് വായിക്കുന്ന ഒരാൾക്ക് തോന്നാം എന്തുകൊണ്ട് ഇയാൾ ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തില്ല എന്നൊക്കെ തോന്നും. സോ ആ പോയിന്റിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ആൻറ്റിതീസിസ് പോയിന്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെച്ച വ്യൂ പോയിന്റിനെ നിങ്ങൾ തന്നെ കേർവ് ചെയ്യണം. ഇപ്പോൾ എന്താ പറയുക, ന്യൂക്ലിയർ എനർജി ഇന്ത്യ ഗ്രോ ചെയ്യണം, ന്യൂക്ലിയർ എനർജി സപ്പോർട്ട്, ന്യൂക്ലിയർ എനർജി ഡെവലപ്മെൻറ്റ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിങ്ങൾ എഴുതി വെക്കുന്ന എസ്സേ എന്ന് വിചാരിക്കും. ലാസ്റ്റ് അതിൻ്റെ ആൻറ്റിതീസിസ് പോയിന്റ് കൂടെ ഉണ്ട്. ന്യൂക്ലിയർ എനർജി മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതിന് പാരലായിട്ടുള്ള എന്താ പറയുക ബയോളജിക്കലി പൊല്യൂഷൻ അതിൽ കുറഞ്ഞിട്ടുള്ള ബാക്കി എനർജി, ഇപ്പോൾ ബയോഫ്യൂവൽസോ അതുപോലുള്ള സാധനങ്ങൾ, സോളാർ
വാണിജ്യ പോലെ സാധനങ്ങൾ കൂടെ ഇന്ത്യ യൂസ് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ആൻറ്റി തീസിസ് പോയിൻ്റാണ്. സോ അത് നിങ്ങളുടെ തീസിസ് പോയിൻറ്റിൻ്റെ കൂടെ എത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആൻറ്റി തീസിസ് പോയിൻറ്റ്സ്. അതല്ലാതെ ബാക്കിയുള്ള 1-2 ഡയമെൻഷൻസും കൂടെ നിങ്ങൾ ആൻറ്റി തീസിസ് പോയിൻറ്റിൽ ടച്ച് ചെയ്ത് പോവുക. എന്നിട്ട് ഫൈനലി ഇത് കൺക്ലൂഷൻ പാരഗ്രാഫ്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൺക്ലൂഷൻ പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷനിൽ നിങ്ങളൊരു തീസിസ് പോയിന്റ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും, വാട്ട് എവർ ഇറ്റ് ഈസ്, അതും കൺക്ലൂഷൻ പാരഗ്രാഫും സിങ്കിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കൺക്ലൂഷൻ എന്താണോ അത് എന്താ പറയുക ലിറ്ററലി ഈ കൺക്ലൂഷൻ പാരഗ്രാഫിൽ വിസിബിളായിട്ട് എഴുതണം. പിന്നെ എസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്കാദമിക് എസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു പോയത് അക്കാദമിക് എസ് ആണ്. സോ ഈ ഒരു സ്ട്രക്ചറിൽ ഭയങ്കര ഫ്ലവറി ആയിട്ടുള്ള ലാംഗ്വേജസ് അത് യൂസ് ചെയ്യരുത്. ഭയങ്കര കടുകട്ടി വേർഡുകൾ യൂസ് ചെയ്ത് എസ് ഐക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാം. അതൊക്കെ ഒരു ജസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. അല്ലാതെ ഫ്ലോക്സിനോക്സിൻ ഇലിഫിലിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് വേർഡുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാന്നല്ലാതെ എസ് എയുടെ ഒരു സ്ട്രക്ചറിനെ ഒരുപാട് സഹായിക്കുന്നില്ല. സോ ബേസ്ഡ് ഓൺ യുവർ വൊക്കാബുലറി നിങ്ങൾക്ക് ലാംഗ്വേജസും സെൻറ്റൻസസും ചൂസ് ചെയ്യുക. പ്രിഫർ ചെയ്യുക സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും. ഒരു ലൈമാന് പോലും അധികം എന്താ പറയുക ഈ എസ് എ വായിച്ച് പരിചയമില്ലാത്ത ഒരാൾക്ക് പോലും വായിച്ചാൽ കാര്യം മനസ്സിലാവുന്ന തരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എസ് എ ആണ് നല്ല എസ് എ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ അത്തരത്തിൽ എസ് എഴുതാൻ ശ്രദ്ധിക്കുക. ഭയങ്കര ഫ്ലവറി ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സോ ഇത്തരത്തിലാണ് ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ എക്സാമിന് നടക്കുക. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങളാണ് ചോദിക്കുക: ലെറ്റർ റൈറ്റിംഗ്, പ്രിസൈസ് റൈറ്റിംഗ്, എസ് എ റൈറ്റിംഗ്. ഇപ്പോൾ 3-നും ജസ്റ്റ് ഇൻട്രഡക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ലെറ്ററും ഒരു എസ് എയും ഒരു എന്താ പറയുക പ്രിസൈസ് റൈറ്റിംഗും എഴുതി പ്രാക്ടീസ് ചെയ്യാം. മിനിമം ഒന്നെന്നാണ് പറയുക, ഒന്നിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അത്രയും നല്ലത്. എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ് നിങ്ങൾ ഈ കൈൻഡ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ട് അതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. സോ അപ്പോൾ എല്ലാവരും ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഹോൾ ടിക്കറ്റൊക്കെ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ട് നല്ല വിജയം കരസ്ഥമാക്കുക. സോ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ മോർ വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. കൂടെയുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനുകൾ കിട്ടുന്നതായിരിക്കും. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.